നമ്മളുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാമത്തെ വാക്യം. The Gospel according to St. John chapter 8 verse 12. I am the light of the world, he said. Whoever follows me will never walk in darkness, but will have the light of life. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവരാകും എന്ന് പറഞ്ഞു. ഇന്ന് വിദ്യാരംഭ ദിവസമാണ്. വെളിച്ചത്തിൽ നടക്കുക എന്നതത്രേ ദൈവം നമ്മളുടെ മക്കളിനെ ആഗ്രഹിക്കുന്നത്. എന്താണ് വെളിച്ചം? നമ്മളുടെ എല്ലാ ആരാധനയും ആരംഭിക്കുന്ന അവസരത്തിൽ വിശുദ്ധ ത്രോണോസിൻ്റെ സൈഡിൽ വെച്ചിരിക്കുന്നതായിട്ടുള്ള കത്തിച്ച മെഴുകുതിരികളെ നാം കാണാറുണ്ട്. വെളിവ് നിറഞ്ഞ രക്ഷകനെ നിൻ വെളിച്ചം കൊണ്ട് എന്ന് ആരംഭിക്കുന്നതായിട്ടുള്ള ഗാനം നമ്മെ എല്ലാവരെയും ആകർഷിക്കുന്നതായിട്ടുള്ള ഗാനവുമാകുന്നു. അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നമ്മെ നയിക്കുന്നതായിട്ടുള്ള ദൈവം. ഭാരത സംസ്കാരത്തിൽ ദീപം എന്നുള്ളത് വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നതായിട്ടുള്ളതാണ്. ഒരു ദീപമാണെങ്കിലും കത്തിച്ചു വെച്ചിരിക്കുന്നതായാലും മെഴുകുതിരിയാണെങ്കിലും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവ സാന്നിധ്യം ഇവിടെയുണ്ട് എന്നതാണ്. The presence of God is with us. ഒരു മെഴുകുതിരിയിൽ നിന്ന് അനേക മെഴുകുതിരികൾ കത്തിച്ചാൽ പോലും ആ മെഴുകുതിരിയിൽ തീയെ അണയുന്നില്ല. പ്രകാശം പകർന്നു കൊടുക്കുവാനായിട്ടിടയായിട്ട് തീരുകയത്രേ ചെയ്യുന്നത്. ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവമാണ് നമുക്ക് പ്രകാശം നൽകുന്നത് എന്നതത്രേ. നമ്മെ പ്രകാശിതരാക്കി തീർക്കുന്നത് ദൈവമാണ്. ബൃഹദാരണ്യ ഉപനിഷത്തെ വായിക്കുന്ന അവസരത്തിൽ അതിൽ നിന്ന് നാം ഉദ്ധരിക്കുന്നതായിട്ടുള്ള വളരെ പരിചയമുള്ളതായിട്ടുള്ള ഒന്നാണ് തമസ്സോമ ജ്യോതിർഗമയ. അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് ഞങ്ങളെ നയിക്കുക. നമ്മളുടെ സഭയുടെ മോട്ടോ തന്നെ ലൈറ്റ് ടു ലൈറ്റൻ എന്നാണ്. നമ്മുടെ കാലം ചെയ്ത യോഹന്നാൻ മാർത്തോമാ മെത്രാപ്പോലീത്ത തിരുമേനി വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന അവസരത്തിൽ ഡൽഹിയിൽ വെച്ച് അതിൻ്റെ ഒരു മീറ്റിംഗ് ക്രമീകരിക്കുന്നതിനായിട്ട് ആവശ്യപ്പെട്ടു. ജീസസ് ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്നുള്ളതായുള്ള വിഷയത്തെക്കുറിച്ച് ലോക നേതാക്കൾ എല്ലാവരും കൂടി വന്ന് സംസാരിക്കുന്നതല്ല. ആ അവസരത്തിലാണ് നമ്മളുടെ സഭയ്ക്ക് ഒരു മോട്ടോ ഡോക്ടർ യോഹന്നാൻ മാർത്തോമാ മെത്രാപ്പോലീത്ത തിരുമേനി നൽകുന്നതിനിടയായിട്ട് തീർന്നത്. ലൈറ്റ് ടു ലൈറ്റൻ, നമ്മെ പ്രകാശിപ്പിച്ചിരിക്കുന്നത് പ്രകാശം നൽകി കൊടുക്കുന്നതിനായിട്ടാണ്. കാർഡിനൽ ന്യൂമാൻ എഴുതിയതായിട്ടുള്ള ഒരു ഗീതമാണ് ലീഡ് കൈൻഡ്ലി ലൈറ്റ്. എത്രയോ എത്രയോ ആളുകൾക്ക് എത്രയോ തലമുറകളായി ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ പ്രാപിപ്പാൻ്റെ കോണിടയായി തീരുന്നതായിട്ടുള്ള അവസരമാണ് ആ ഗാനം പാടുന്ന അവസരം. ലീഡ് കൈൻഡ്ലി ലൈറ്റ്. നമ്മുടെ ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതായിട്ടുള്ള അവസരത്തിൽ പോലും മഹാത്മാഗാന്ധി ഇഷ്ടപ്പെട്ട് പാടിക്കൊണ്ടിരുന്നതായിട്ടുള്ള ഒന്നാണ് ലീഡ് കൈൻഡ്ലി ലൈറ്റ് എന്നുള്ളത്. നമ്മുടെ കാലം ചെയ്തതായിട്ടുള്ള ഈശോ മാർ തിമോത്തിയോസ് തിരുമേനി ഒരച്ഛനായിട്ട് സിഹോറ ആശ്രമത്തിൽ താമസിക്കുന്നതായിട്ടുള്ള അവസരം. അപ്പോൾ അവർക്ക് എല്ലാ വീക്കെൻഡിലും പല സ്ഥലങ്ങളിലേക്കൊക്കെ പോകണം. അവിടെ നിന്നൊക്കെ പോയിട്ട് യാത്ര ചെയ്ത് രാത്രിയിലാണ് മടങ്ങുന്നത്. ഒരു ദിവസത്തെ പ്രകാരം തിരിച്ച് സിഹോറയിലെത്തി. സിഹോറ എന്ന് പറയുന്ന ടൗൺ ഏരിയയാണ്. അവിടെ എത്തിയിട്ട്
ദർശിനി എന്ന് പറയുന്നതായുള്ള സ്ഥലത്തേക്ക് പോകണം. അവസാനത്തെ ബസ്സും പോയി. അപ്പോൾ തീരുമാനിച്ച് ഇനി സിഹോറയുടെ ദർശിനി വരെ നടക്കാം. തൻ്റെ തോളിൽ തൂക്കിയിട്ടിരുന്നതായുള്ള സഞ്ചിയിൽ നിന്ന് തനിക്കുണ്ടായിരുന്ന ടോർച്ചൊക്കെ ഒന്ന് എടുത്ത് അത് കത്തിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. കുറേ കഴിഞ്ഞതായുള്ള അവസരത്തിൽ അതിൻ്റെ ശോഭ മങ്ങി. അപ്പോൾ സാധാരണ എല്ലാവരും ചെയ്യുന്നില്ല, ഒന്ന് കുലുക്കുകയൊക്കെ ചെയ്ത് അത് കുറച്ചുകൂടെയൊക്കെ പ്രകാശമുള്ളതായി തീരുവാൻ്റെ കൊണ്ട് പരിശ്രമമൊക്കെ നടത്തി. അന്നേരമൊക്കെ വിജയിച്ചു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അതങ്ങ് അടഞ്ഞുപോയി. അപ്പോൾ ഒരു ശബ്ദം തിരുമേനിക്ക്, അന്ന് അച്ഛനായിരുന്നല്ലോ, വീട്ടി കോശി അച്ഛനെ കേൾക്കുന്നതിനിടയായിട്ട് തോന്നുന്നു, ബാബുജി അങ്ങയുടെ വെട്ടം അങ്ങ് കെട്ടുപോയോ? അപ്പോഴാണ് മനസ്സിലായത് തൻ്റെ പ്രകാശം കണ്ടുകൊണ്ട് തന്നെ അനുഗമിക്കുന്നതായുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നത്. എന്നാൽ ആ ചോദ്യം വളരെയധികം പ്രാധാന്യമുള്ളതായുള്ള ചോദ്യമാണ്. ബാബുജി അങ്ങയുടെ വെട്ടവും കെട്ടുപോയോ? ഈ ലോകത്തിൽ പ്രകാശമായിരിക്കുവാൻ കോണമാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. ഞാൻ ലോകത്തിന് വെളിച്ചമാകുന്നുവെന്ന് കർത്താവ് തന്നെ നമ്മോടെ പർവ്വത പ്രസംഗത്തിലൂടെ പറയുന്നുണ്ട്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. വിളക്ക് കത്തിച്ച് തണ്ടിന്മേൽ അത്ര വെക്കേണ്ടത്, പറയൻ കീഴല്ല, തണ്ടിന്മേൽ അത്ര വെക്കേണ്ടത്. മലമേലിരിക്കുന്നതായുള്ള പട്ടണം മറഞ്ഞിരിക്കുവാനായിട്ട് പാടില്ല. പ്രകാശിതരായി ഈ ലോകത്തിൽ ജീവിക്കുവാൻ കാരണം വിളിക്കപ്പെട്ടിരിക്കുന്നതായുള്ള മക്കളാണ് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ട് ദൗത്യത്തെക്കുറിച്ച് കൂടെ നാം ബോധമുള്ളവരായിട്ട് തീരേണ്ടത് ആവശ്യമാണ്. പ്രകാശം ലഭിച്ചു എന്ന് മാത്രമല്ല, എന്തിനാണ് പ്രകാശം ലഭിച്ചത്? അന്ധകാരത്തിലിരിക്കുന്നവരെ പ്രകാശത്തിലേക്ക് നയിക്കുവാൻ തക്കമാണ്. ആരും അന്ധകാരത്തിൽ തള്ളപ്പെട്ടു പോകരുത് എന്ന് ആഗ്രഹിക്കുവാൻ തക്കമാണ്. എങ്ങനെയെങ്കിലും ആരെയെങ്കിലും പ്രകാശത്തിലേക്ക് നയിക്കുവാനായിട്ട് കഴിയുമോ എന്ന് ചിന്തിക്കുവാൻ തക്കമാണ്. അതുകൊണ്ട് ദൈവമാണ് നമ്മെ പ്രകാശിപ്പിക്കുന്നത്, ദൈവമാണ് നമുക്ക് പരിജ്ഞാനം നൽകുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ അതാണ് വിദ്യാഭ്യാസം എന്നത് ഓർക്കേണ്ടത് ആവശ്യമത്രേ. നമ്മുടെ ആദ്യത്തെ വിദ്യാലയം എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ഭവനമാണ്. ആദ്യത്തെ അധ്യാപകർ എന്ന് പറയുന്നത് നമ്മളുടെ തന്നെ മാതാപിതാക്കളാണ്. ചെറുപ്രായത്തിൽ ബാലൻ നടക്കേണ്ടതായുള്ള വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുന്നില്ല എങ്കിൽ വൃദ്ധനാകുന്ന അവസരം ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. എന്നാൽ ചെറുപ്രായത്തിൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വൃദ്ധനായാലും അത് വിട്ടുപോകുകയില്ല, മറന്നു പോകുകയില്ല. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതായുള്ള പരിജ്ഞാനം എന്ന് പറയുന്നത് ഈ ലോകത്തെ പ്രകാശിപ്പിക്കുവാനായിട്ടാണ്. ഒരു സാമൂഹ്യ പ്രതിബദ്ധത അതിനകത്തുണ്ട്. അറിവുള്ളവരായിട്ട് നല്ല ഡിഗ്രിയൊക്കെ നേടി സമ്പാദിക്കുന്നതിനായിട്ടുള്ള മാർഗമല്ല. പിന്നെ പരിജ്ഞാനമുള്ളവരായി എങ്ങനെയാണ് ഈ സമൂഹത്തെ ഉദ്ധരിക്കുവാൻ, ഈ കാലഘട്ടത്തെ ഉദ്ധരിക്കുവാൻ കഴിയുന്നത് എന്നെ മനസ്സിലാക്കി പ്രവർത്തിക്കുവാനായിട്ടുള്ളതാണ്. വിദ്യാഭ്യാസത്തിന് ഇല്യൂമിനേഷൻ എന്നുള്ളതായിട്ടൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. തിരിച്ചറിവിനാൽ പ്രകാശപൂരിതരായിട്ട് തീരുന്നതായുള്ള ജീവിതാനുഭവമാണത്, ഇല്യൂമിനേഷൻ. വേദപുസ്തകം തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നല്ലതും തീയതുമായിട്ടുള്ള വ്യത്യാസത്തെ മനസ്സിലാക്കാൻ കഴിവുള്ളവരായിട്ട് തീരുക എന്നതാണ്. ദൈവം തൻ്റെ സാദൃശ്യത്തിൽ, തൻ്റെ സ്വരൂപത്തിൽ, തൻ്റെ കൈകൾ കൊണ്ട് നമ്മെ മെനഞ്ഞെടുത്ത് ജീവശ്വാസം നൽകി ജീവനുള്ള ദേഹിയാക്കി തീർത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ദൈവപുത്രനിൽ നിന്ന്, പുത്രിയിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നതെന്ന് മനസ്സിലാക്കുവാനായിട്ടിടയാണ്. ആ ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്നാണ് നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടാകുന്നത്. ദൈവമുള്ളവരായി ഈ കാലഘട്ടത്തിൽ നമ്മളുടെ തലമുറകൾക്ക് വളരുവാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് ചോദിക്കേണ്ടതാണ്. ഇന്ന് വിദ്യാഭ്യാസ
കുട്ടികളെല്ലാവരും വന്ന് പ്രാർത്ഥിക്കുന്നതിനായിട്ട് നിന്നത് നാം കാണുകയുണ്ടായി. അവരാരെങ്കിലും പിന്നീട് നഷ്ടപ്പെട്ടു പോകുമോ? നഷ്ടപ്പെട്ടു പോയാൽ നാം അടിസ്ഥാനമിട്ടിരിക്കുന്നത് ശരിയായില്ല എന്നാണ് എൻ്റെ അർത്ഥം. ദേവാലയത്തിൽ ആരാധിക്കുന്നതിനായിട്ട് വരുന്നതിനായിട്ട് നമുക്ക് എല്ലാവർക്കും താല്പര്യമുണ്ട്. എന്നാൽ ഈ ചോദ്യം ചോദിക്കാൻ നല്ലതാണ്. വരും തലമുറകൾ എത്രമാത്രം ഈ ദേവാലയത്തിൽ വരും? കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ നാം നിർബന്ധിക്കുന്നുണ്ട് അവർ വരും. എന്നാൽ ഒരു തീരുമാനമെടുക്കേണ്ടതായുള്ള അവസ്ഥയിൽ, പരിജ്ഞാനമുള്ളവരായിട്ട് തീരുന്നതായുള്ള കാലഘട്ടത്തിൽ ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് മാനിച്ച് ദൈവത്തെ അനുസരിക്കുവാനായിട്ട് ഇടയായിട്ട് തീരുമാനം. സിദ്ധാർത്ഥ ഒരു രാജകുമാരനായിരുന്നു. അദ്ദേഹത്തെ ഈ ലോകത്തിൻ്റെ ദുഃഖങ്ങളൊന്നും കാണിക്കരുത് എന്നത് മാതാപിതാക്കൾ ആഗ്രഹിച്ചതായുള്ളതാണ്. എന്നാൽ അദ്ദേഹം ഒരു രാജകുമാരനായിരുന്നു എന്നുള്ളതുകൊണ്ട് ഒരു പ്രാവശ്യം പ്രായമായ അവസരത്തിൽ കൊട്ടാരത്തിൽ നിന്നിറങ്ങി സമൂഹ മധ്യത്തിലേക്ക് ചെന്നു. അവിടെ ചെന്ന അവസരത്തിലാണ് തനിക്ക് ചില കാര്യങ്ങളൊക്കെ കാണുവാനായിട്ട് ഇടയായിട്ട് തീർന്നത്. ഒരു മനുഷ്യൻ വൃദ്ധനായിട്ട് തീർന്നിരിക്കുന്നു, ഏജിങ്. മറ്റൊരാൾ രോഗിയായിട്ട് തീർന്നിരിക്കുന്നു. പിന്നീട് കാണുന്നത് മരിച്ചതായിട്ട് ഒരാളുടെ ദേഹവും കൊണ്ട് പോകുന്നതായുള്ള കാഴ്ചയാണ്. വൈ ദിസ് സഫറിങ്? അദ്ദേഹം ചോദിച്ചതായുള്ള ചോദ്യമാണ്. അദ്ദേഹം അന്ന് മുതലാണ് ബുദ്ധനായിട്ട് തീർന്നത്. ബോധ്യവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ പോയിരുന്നതായില്ല മനുഷ്യനായിട്ട്, എൻലൈറ്റ്മെൻറ്റ് ഉണ്ടായതായില്ല മനുഷ്യൻ. അദ്ദേഹം അതുകൊണ്ട് 8th century BC അദ്ദേഹം ലോകത്തോട് പറഞ്ഞു, the root cause of all suffering is desire. ആഗ്രഹങ്ങളാണ്. വേണം 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 എന്നുള്ളതായുള്ള ചിന്തകളാണ് മനുഷ്യനെ നശിപ്പിക്കുന്നത്. ഇത് നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞ് പഠിപ്പിക്കാനായിട്ടൊക്കെ. Desire is the root cause of all suffering in this world. ഇംഗ്ലീഷിൽ 2 വാക്കുണ്ട്, നീഡ് ആൻഡ് വാണ്ട്. ഐ നീഡ് ദിസ് ഫുഡ് എന്ന് പറയുന്നതല്ല അവസരത്തിൽ എനിക്ക് ഭക്ഷിപ്പാനായിട്ടില്ലാത്തതുകൊണ്ട് ഈ ആഹാരം ഭക്ഷിക്കുന്നതിനായിട്ട് വിശപ്പുള്ളതുകൊണ്ട് എനിക്ക് വേണം. ദാറ്റ്സ് മൈ നീഡ്. എന്നാൽ എനിക്കത് വോണ്ട് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ചോയ്സ് ഉണ്ട്. ഇതെല്ലാം വേറൊന്ന്. ആ ചോയ്സ് ഉള്ളതായുള്ള അവസരത്തിൽ വേണ്ടതെല്ലാം വാങ്ങിക്കൂട്ടുന്നത് മഠയത്തരമാണ്. മഹാത്മാഗാന്ധി ഒരിക്കൽ പറയുകയുണ്ടായി, ദൈവം സൃഷ്ടിച്ച ഈ ലോകത്തിലാക്കിയിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും ജീവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ളതെല്ലാം ഈ ലോകത്തിൽ നൽകിയിട്ടുണ്ട് ദൈവം. പിന്നെന്താ കുഴപ്പം? ഗ്രീഡ് ഈസ് ദ പ്രോബ്ലം. ഗ്രീഡ്, അത്യാഗ്രഹമാണ് എല്ലാ പ്രയാസങ്ങളും ഈ ലോകത്തിലുണ്ടാക്കുന്നത്. നാളെ മുതൽ ഗ്യാസ് കിട്ടുകയില്ല എന്ന് പറഞ്ഞാൽ 4 സിലിണ്ടർ വീട്ടിൽ സൂക്ഷിച്ചു വയ്ക്കും. ഒന്ന് മതി. എന്നാൽ കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് ഒരെണ്ണോടെ വാങ്ങിക്കാൻ നോക്കും. അപ്പോൾ എന്നാ പ്രയാസം? വേറെ കിട്ടേണ്ടതായുള്ള 2-3 ആളുകൾക്ക് കിട്ടുകയില്ല. സോ ഗ്രീഡ് ഈസ് എ പ്രോബ്ലം. ഗ്രീഡ്. എനിക്ക് വേണ്ടതിലും അധികമായിട്ട് ഞാൻ വാങ്ങിക്കൂട്ടുന്നത്
ഈ ലോകത്തിൽ അപകടം വരുത്തുന്നതായുള്ള സംഗതികളാണ്. ഒരു വലിയ ധനികനായിട്ടുള്ള മനുഷ്യൻ്റെ മകനായിരുന്നു ഫ്രാൻസിസ് എന്ന് പറയുന്നതായിട്ടുള്ള ആൾ. ഹി ബിക്കെയിം ഫ്രാൻസിസ് ഓഫ് അസീസി. പോപ്പ് ഫ്രാൻസിസ് ആ പേരെടുക്കുവാൻ്റെ കൊണ്ടിടയായിട്ട് തീർന്നത് വളരെ പാവപ്പെട്ടതായിട്ടുള്ള ആളുകളെ സ്നേഹിക്കുന്ന അവരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുന്നതായിട്ടുള്ള വ്യക്തിയായിട്ട് ഫ്രാൻസിസ് മാറി എന്നുള്ളതുകൊണ്ടാണ്. ആഗ്നസ് എന്ന പേരുള്ളതായിട്ടുള്ള ഒരു ടീച്ചർ, നല്ല ശമ്പളത്തോടു കൂടി സ്കൂളിൽ പഠിപ്പിക്കുന്നതായിട്ടുള്ള ഒരു ടീച്ചറായിരുന്നു. എന്നാൽ അവ മദർ തെരേസയായിട്ട് മാറി, പാവപ്പെട്ട ഇടയിൽ പ്രവർത്തിക്കുന്നതായ അമ്മയായിട്ട് മാറി. ഒരു കുഞ്ഞുമില്ല, പക്ഷേ ലോകം വിളിക്കുന്ന അമ്മയെന്നാണ്. ലോകത്തിൽ അങ്ങനെ എത്രയോ ആളുകളെക്കുറിച്ച് നമുക്ക് പറയുന്നതിനായിട്ട് സാധിക്കും. They were all enlightened to live in this world. ദൈവം ദൈവിക പരിജ്ഞാനം കൊണ്ട് നമ്മളെ നിറയ്ക്കുന്നത് നമുക്ക് നേടിയെടുക്കാനുള്ളതെല്ലാം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടല്ല, എങ്ങനെയാണ് സമൂഹത്തിൻ്റെ പ്രതിബദ്ധത എന്ന് മനസ്സിലാക്കി മറ്റുള്ളവരെ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു പള്ളി മേടയിലുണ്ടായിരുന്ന പുരോഹിതൻ അയൽവക്കത്തെ താമസിക്കുന്നതെല്ലാം മുസ്ലിംസാണ്. ഒരു ദിവസം ഒരു ഭവനത്തിൽ അദ്ദേഹം വന്ന്, സിദ്ദിഖ് എന്ന പേരുള്ളതായിട്ടുള്ള ഒരു മുസ്ലിം വന്ന് ഈ പുരോഹിതനെ ക്ഷണിച്ചു ആഹാരത്തിനായിട്ട്. അദ്ദേഹം ആ വീട്ടിൽ പോയി ആ വീട്ടിലെ മക്കളോട് ഒന്നിച്ച് നല്ല ആഹാരമൊക്കെ കഴിച്ചു. ഉമ്മ നല്ലതായിട്ട് ആഹാരമൊക്കെ ഉണ്ടാക്കി. അവിടെ നിന്ന് അദ്ദേഹം പോകുന്നതിനായിട്ട് ഒരുങ്ങിയ അവസരത്തിൽ ആ മുസ്ലിം പറഞ്ഞു, തൊട്ടടുത്ത് താമസിക്കുന്ന എൻ്റെ സഹോദരൻ അവിടെ കൂടെ ഒന്ന് കയറണം. ആ വീട്ടിലേക്ക് കയറുന്നതിനായിട്ട് ചെന്ന അവസരത്തിൽ തൻ്റെ പള്ളിയിലേക്കൊന്ന് നോക്കി. വളരെ മനോഹരമായുള്ള കാഴ്ച. അദ്ദേഹം പറഞ്ഞു, ഇത്രയും മനോഹരമായുള്ള എൻ്റെ പള്ളി ഞാൻ ഈ പള്ളിയിലാണ് താമസിക്കുന്നതെങ്കിലും കണ്ടിട്ടില്ല. അപ്പോൾ ആ വീട്ടിൽ രണ്ടാമത് ചെന്നതായിട്ടുള്ള വീട്ടിൽ ഉമ്മ ഇറങ്ങി വന്ന് പറഞ്ഞു, ഞങ്ങളുടെ മുറിയിൽ കയറി ഈ ദേവാലയത്തിൽ നോക്കി ഇതിനേക്കാൾ മനോഹരമായിട്ട് കാണാം. അതനുസരിച്ച് ഈ പുരോഹിതനെ ആ മുറിയിലേക്ക് കയറ്റിക്കൊണ്ടുപോയി. ഒരാഹാരം കഴിക്കുന്നതായിട്ടുള്ള മുറിയാണ്. അവിടെ നിന്ന് ജനാലയിൽ കൂടെ പുറത്തേക്ക് നോക്കിയ അവസരത്തിൽ വളരെയധികം മനോഹരമായിട്ട് തൻ്റെ ദേവാലയത്തെ കാണുന്നതിനിടയായിട്ട് തോന്നുന്നു. കാണുക മാത്രമല്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ മകൻ പറഞ്ഞു, എൻ്റെ വാപ്പ ഈ ദേവാലയവും ഞങ്ങളുടെ പുരയിടവുമായിട്ട് ഇടയ്ക്ക് കെട്ടിയിരിക്കുന്നതായിട്ട് ഭിത്തിയുടെ അടുത്ത് വരുന്നിടം വരെ മടക്കി കുത്തിക്കൊണ്ടാണ് വരുന്നത്. എന്നാൽ അത് കഴിഞ്ഞ് പള്ളിയിലെ പരിസരത്തോട്ട് കയറുമ്പോൾ ആ മടക്കി കുത്തിയതൊക്കെ അഴിച്ചിടും. പിന്നെ ആ പള്ളി പരിസരം കഴിയുന്നിടം വരെയും അങ്ങനെയാണ് അദ്ദേഹം നടക്കുന്നത്. വേറെ ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അച്ഛൻ്റെ ഈ പള്ളിയിലെ ഈ പാട്ടുകളും പ്രാർത്ഥനകളും ഒക്കെ ഞങ്ങൾക്ക് കാണാപ്പാഠമാണ്. അച്ഛൻ്റെ പള്ളിയിലെ പാട്ടും പ്രാർത്ഥനയൊക്കെ ഞങ്ങൾക്ക് കാണാപ്പാഠമാണ്. അപ്പോൾ അച്ഛനിങ്ങനെ മനസ്സ് വിചാരിച്ചു, ഞാൻ ഈ രാവിലെ എഴുന്നേറ്റ് എൻ്റെ ധ്യാനത്തിനായിട്ട് ഇരിക്കുന്ന അവസരത്തിൽ സമീപത്തുള്ളതായിട്ടുള്ള മോസ്കിൽ നിന്ന് വാങ്കുവിളികൾ കേൾക്കാം. അതെനിക്ക് പലപ്പോഴും അഗോചരമായി തീർന്നിട്ടുണ്ട്, എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നതായിട്ട് തീർന്നിട്ടുണ്ട്. കാരണം ഒന്നിന് പുറകെ ഒന്നായിട്ടിങ്ങനെ അടുത്തുള്ളതായിട്ടുള്ള മോസ്കുകളൊക്കെ വലിയ വായിൽ പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള പ്രാർത്ഥനകളാണ് കേൾക്കുന്നത്, ഡിസ്റ്റർബ് ചെയ്യുന്നതായിട്ട്. എന്നിട്ട് അതിൻ്റെ അവസാനത്തിൽ കുറിച്ചിരിക്കുന്ന പ്രകാരമാണ്, എൻ്റെ കർത്താവ് എന്നോട് നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്ന് പറഞ്ഞത് എനിക്ക് എത്തിച്ചേരുന്നതിനായിട്ട് ഇപ്പോൾ ഇനി ഏറെ ദൂരമുണ്ട്. എൻ്റെ അയൽവക്കക്കാരനാണ് എന്നെ കൂടുതൽ അറിയുന്നത്.
ഇവിടെ വരുന്നതായുള്ള എല്ലാ പുരോഹിതന്മാരും ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കും. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് കാണാപ്പാടുമാണ്. നിങ്ങളുടെ പാട്ടുകൾ ഞങ്ങൾക്ക് കാണാപ്പാടുമാണ്. അയൽവക്കത്ത് താമസിക്കുന്ന ആളിനെ സ്നേഹിപ്പാനായിട്ട് ഇനി ഏറെ ദൂരം യാത്ര ചെയ്യാനായിട്ടുണ്ട്. ഇത് നമ്മുടെയും സ്ഥിതിയല്ലേ? ഇവിടെ വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമുക്കറിയാം. നല്ല മനോഹരമായിട്ട് പാട്ടുകളൊക്കെ പാടും. എനിക്ക് ഈ ദേവാലയത്തെക്കുറിച്ചുള്ള ഒരു സന്തോഷം, ഈ മിക്കവാറും മാരാമൻ കൺവെൻഷൻ സമയത്ത് ഞാനിവിടെ വരുന്നത്. ഇവിടെ വന്നാൽ മാരാമൻ കൺവെൻഷന് പാടുന്ന പാട്ട് തന്നെ പഠിച്ച് പാടുന്നതായുള്ള കൊയർക്കങ്ങളെ കേൾക്കുന്നതിനായിട്ട് സാധിക്കും. പുതിയ പാട്ട് ഇവിടെ വന്നാൽ കേൾക്കാം. അവിടെ മാത്രമല്ല, ഇവിടെയും കേൾക്കാം. ഇറ്റ്സ് വെരി ഗുഡ്. എത്രയും വേഗം പാട്ടുകളൊക്കെ പഠിക്കുന്നതിനായിട്ടുള്ള പ്രാഗൽഭ്യം നമുക്കുണ്ട്. എത്രയും വേഗം നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ടുള്ള പ്രാഗൽഭ്യം നമുക്കുണ്ട്. എന്നാൽ അയൽവക്കക്കാരനെ സ്നേഹിക്കുന്നതിനായിട്ട് നമുക്ക് സാധിക്കും, കരുതുന്നതിനായിട്ട് നമുക്ക് സാധിക്കും, ആവശ്യങ്ങളെ മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കും. ഈ കോവിഡ് കാലഘട്ടത്തിൽ വളരെയധികം ആളുകൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളും കഷ്ടപ്പെട്ടവരാണ്. അതുകൊണ്ട് അത് ഞാൻ പറയേണ്ടതല്ല ആവശ്യകതയില്ല. ഞാൻ അന്ന് ബോംബെയിലായിരുന്നു, ബോംബെ ഡയാലിസിസിലായിരുന്നു. അപ്പോൾ അവിടെ ഫ്ലാറ്റിൽ താമസിക്കുന്നതായുള്ളൊരു വീട്ടിലെ മാതാവിനും പിതാവിനും കോവിഡാണ് എന്ന് മനസ്സിലാക്കിയ അവസരത്തിൽ, അത് ഡയഗ്നൈസ് ചെയ്തതായിട്ടുള്ള അവസരത്തിൽ അവരെയും കൊണ്ട് ആശുപത്രിയിൽ പോയി ഗവൺമെൻറ്. ഇപ്പോൾ വീട്ടിൽ മക്കൾ മാത്രമുണ്ട്. അപ്പോൾ ആശുപത്രി കിടക്കുമ്പോൾ ഉള്ള ചിന്ത മുഴുവൻ ആരാണ് ഞങ്ങളുടെ മക്കൾക്ക് ആഹാരം കൊടുക്കുന്നത്. അവർ മടങ്ങി വന്നപ്പോൾ അറിഞ്ഞതായുള്ള കാഴ്ച, ഓരോ നേരം എൻ്റെ സമയമാകുമ്പോൾ അയൽവക്കത്തെ വീട്ടിൽ നിന്ന് ആഹാരമുണ്ടാക്കി ഇവിടെ വാതിൽക്കെ കൊണ്ട് പിള്ളേർക്ക് അവിടെ വെച്ചിരിക്കും. അന്ന് അടുത്ത് പോകാനും നോക്കത്തില്ലല്ലോ, അങ്ങോട്ട് കൊടുക്കാനും നോക്കത്തില്ലല്ലോ. അതുകൊണ്ട് ആ വാതിൽക്കെ കൊണ്ട് വെച്ചിരിക്കും. വന്നെടുത്ത് കഴിച്ച് തിരിച്ചു വയ്ക്കണം, അത്രേ ഉള്ളൂ. അയൽവക്കക്കാരൻ്റെ ആവശ്യത്തെ മനസ്സിലാക്കാനായിട്ട് എന്താണ് നമുക്ക് സാധിക്കുന്നത്? യേശു പ്രസംഗിച്ചത് ദൈവരാജ്യത്തെക്കുറിച്ചാണ്. യേശു നമ്മെ വിളിച്ച് വേർതിരിച്ചത് ദൈവരാജ്യം പ്രസംഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ദൈവരാജ്യത്തിൻ്റെ മർമ്മപ്രധാനമായുള്ള കാര്യമാണ് മനുഷ്യത്വമുള്ളവരായിട്ട് ജീവിക്കുക എന്നത്. മനുഷ്യത്വമുള്ളവരായിട്ട് ജീവിക്കുക എന്നത്, മാനവികത. ഈ ഉള്ള ഡിഗ്രികളെല്ലാം കൂട്ടിവയ്ക്കുന്നതായുള്ള മനുഷ്യർക്ക് എത്രമാത്രം മാനവികതയുണ്ട്? സമൂഹത്തെ അറിയുന്നുണ്ട്. വളരെ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കൾ നമ്മളുടെ ഈ രാജ്യത്തെ ഭരിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും ഈ രാജ്യത്തുള്ള രണ്ട് പ്രധാനപ്പെട്ട പ്രയാസം, ഒന്ന് ഇല്ലിറ്ററസി, രണ്ട് പോവർട്ടി, ദാരിദ്ര്യം. അത് ഇറാഡിക്കേറ്റ് ചെയ്യാനായിട്ട് അറിയാൻ പാടില്ല എന്നിട്ടല്ല. നമുക്കറിയാം, ഇപ്പോഴത്തെ പുതിയ ഗവൺമെൻറ് കേരളത്തിൽ സ്ത്രീകൾക്കെല്ലാം ബസ്സിൽ യാത്ര ചെയ്യാനായിട്ടുള്ള സൗജന്യ യാത്രയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുകയാണ്. ചെയ്യണേ ചെയ്യാം. ഇപ്പോൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, ഇത്രയും നാൾ എന്നാ കിട്ടാതിരുന്നു? അതിന് കിട്ടുന്ന ഉത്തരം തന്നെയാണ് ശരിയായിട്ടുള്ള ഉത്തരം. പരിജ്ഞാനമുണ്ട്, അറിവുണ്ട്, എന്നാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ട് സാധിക്കുന്നില്ല. ഒരു വിദ്യാരംഭത്തിൽ കൂടി വന്നതായുള്ള സമൂഹത്തോടെ പ്രസംഗിക്കുന്നതിനായിട്ട് വിളിച്ചത് നമ്മളുടെ ക്രിസോസ്റ്റം തിരുമേനിയാണ്. തിരുമേനിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും ചിരി വരും. നിങ്ങൾക്കറിയാമോ, അന്ന് തിരുമേനി അവരോട് സംസാരിക്കാനായിട്ട് ചെന്നത് പോക്കറ്റിലൊരു ചക്കക്കുരു ഇട്ടുകൊണ്ടാണ്. പോക്കറ്റിൽ കിടന്ന് മാത്രമല്ല, പോക്കറ്റിൽ നിന്ന് തിരുമേനി അത് എടുത്തു. എന്നിട്ട് ആ കുട്ടികളെല്ലാം കാണിച്ചിട്ട് ചോദിച്ചു, ഇതെന്നാന്ന് നിങ്ങൾക്ക് അറിയാമോ? അപ്പോൾ അവർ പറഞ്ഞു, ഒരു ചക്കക്കുരു. വീണ്ടും ആ ചോദ്യം ആവർത്തിച്ചു. നിങ്ങൾ ചക്കക്കുരു മാത്രമേ കാണുന്നുള്ളൂ, വേറെ വല്ലതും ഉണ്ടോ?
തിരുമേനി അവരോട് പ്രസംഗിച്ചത് ഇങ്ങനെയാണ്: ഈ ചക്കക്കുരുവിനകത്തൊരു പ്ലാവും ആ പ്ലാവ് നിറച്ച ചക്കയും ആ ചക്കയ്ക്കകത്ത് മുഴുവൻ ചക്കക്കുരുവും കാണുന്നതായിട്ടുള്ള പരിജ്ഞാനമാണ് വിദ്യാരംഭം. ദൈവരാജ്യം ഒരു കടുകുമണിയോട് സദൃശ്യമെന്ന് പറഞ്ഞത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ചക്കക്കുരു മറക്കരുത്. തിരുമേനി പറയുന്നത് ഈ ചക്കക്കുരുവിനകത്തൊരു പ്ലാവ് നിറച്ച ചക്കയും ചക്കയ്ക്കകത്ത് കുരുവും ചക്കക്കുരുവും എല്ലാം കാണുന്നതായിട്ടുള്ള വിദ്യാഭ്യാസമാണ് ശരിയായിട്ടുള്ള വിദ്യാഭ്യാസം. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തോട് പറഞ്ഞു. യെരുശലേം ദേവാലയത്തിൽ വെച്ചാണ് പറഞ്ഞത്. അവിടെ ഉണ്ടായിരുന്നതായ യഹൂദന്മാർക്ക് അത് അത്ര അങ്ങോട്ട് പിടിച്ചില്ല. അതുകൊണ്ട് നീ പറയുന്നത് സത്യമല്ല എന്ന് മാത്രമേ അവർ പറഞ്ഞുള്ളൂ, പിന്നൊന്നും ചെയ്തില്ല. സമയമായില്ല എന്നുള്ളതുകൊണ്ട് പിന്നൊന്നും ചെയ്യാൻ സാധിച്ചില്ല. എന്നാൽ നീ പറയുന്നത് സത്യമല്ല എന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, അങ്ങനെയല്ല, ഞാൻ പറയുന്നത് സത്യമാണ്. ഞാൻ നിങ്ങൾക്ക് പ്രകാശം നൽകിയാൽ നിങ്ങൾ അന്ധകാരത്തിൽ നിന്ന് പ്രകാശിതരായി ഈ ലോകത്തിൽ ജീവിക്കുന്നതിനിടയായിട്ട് തീരും. പരമഗുരുവായിട്ടുള്ള യേശു ക്രിസ്തുവിൽ നിന്നാണ് വിദ്യാഭ്യാസം ലഭിക്കേണ്ടത്. കർത്താവ് പറഞ്ഞതായുള്ള ഉപമകൾ ഓരോന്നും ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ ഈ ദൈവരാജ്യത്തിൻ്റെ വിവിധ വശങ്ങളെയാണ് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ആകത്തുകയാണ് ദൈവരാജ്യമായിട്ട് നാം മനസ്സിലാക്കേണ്ടത്. ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത, സൃഷ്ടാവായുള്ള ദൈവം ഒന്ന്, നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ. അപ്പോൾ അന്യോന്യം സഹോദരന്മാരും സഹോദരിമാരുമാണ്. ഈ കാഴ്ചയാണ് പരിജ്ഞാനം. ഈ കാഴ്ചയാണ് വിദ്യാഭ്യാസത്തിലൂടെ ഉണ്ടാവേണ്ടത്. ഓരോ വർഷം പഠിക്കുന്നതായുള്ള കുഞ്ഞുങ്ങൾക്ക് ആ വർഷം പഠിച്ച് പരീക്ഷ എഴുതി പാസ്സാകാനായിട്ട് വലിയ വിഷമമാണ്. എന്നെ കേൾക്കുന്നതായുള്ള മാതാപിതാക്കളെ, നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ടത് ദൈവത്തെയാണ്. പേന പ്രാർത്ഥിച്ചു കൊടുക്കുകയല്ല, തൂവാല പ്രാർത്ഥിച്ചു കൊടുക്കുകയല്ല, ദൈവത്തെ കൊടുക്കുന്നതിനായിട്ട് സാധിക്കും. ദൈവമാണ് പരമഗുരു. ദൈവത്തെ നമുക്ക് ഒഴിവാക്കി തന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിൽ ദൈവരാജ്യത്തെ കാണുന്നതിനായിട്ട് നമുക്കിടയാണ്. ദൈവരാജ്യം നിങ്ങളുടെ മധ്യേ തന്നെ ഉണ്ടല്ലോ എന്ന് കർത്താവായ യേശു ക്രിസ്തു പറയുമ്പോൾ, നിൻ്റെ രാജ്യം വരയണമേ എന്നുള്ള പ്രാർത്ഥന അന്വർത്ഥമാക്കി തീർക്കുവാൻ ഈ ലോകത്ത് നാം ആക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ രാജ്യം ഈ ലോകത്തിൽ വരുവാനായിട്ട് പ്രവർത്തിക്കുന്നവരാണ് ദൈവമക്കൾ. അതാണ് യഥാർത്ഥമായിട്ടുള്ള വിദ്യാഭ്യാസമായിട്ട് തീരേണ്ടത്. കർത്താവേ, ദൈവിക പരിജ്ഞാനമുള്ളവരായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ തലമുറകളെയും നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അറിവ് കൂട്ടിവെക്കുക എന്നതല്ല, പിന്നെ പരിജ്ഞാനമുള്ളവരായി ദൈവത്തെ ദൈവമെന്നറിഞ്ഞും സഹചരെ മാനവികതയോടുകൂടി മനസ്സിലാക്കി സമൂഹത്തിൽ പ്രതിബദ്ധതയോടുകൂടി ജീവിച്ചും ദൈവ ഇഷ്ടം നിറവേറ്റുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നതത്രേ മനസ്സിലാക്കേണ്ടത്. അതിനായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളെ മാത്രമല്ല, തലമുറകളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം.